ഉഡായിപ്പായിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലോട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി എല്ലാ കറിയിലും ഇടുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. ഓക്കെ, അതിനുശേഷം അതിനകത്തോട്ടേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലോട്ട് ക്യാരറ്റ് ഇടുക. ക്യാരറ്റ് നന്നായിട്ട് വഴണ്ട് വരണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തും നമുക്കതിനകത്ത് ഇടാം. ഓക്കെ, ഞാൻ കുറച്ച് ബീൻസ് ഇടുന്നുണ്ട്, കുറച്ച് പട്ടാണി ഇടുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഉരുളക്കിഴങ്ങുണ്ട്, ഉരുളക്കിഴങ്ങണം, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതൊക്കെ ഇടുക അതിനകത്ത്. നമുക്ക് എന്ത് കഴിച്ചാലും വെജിറ്റബിൾ നല്ലതായിരിക്കും. ഓക്കെ, കാഷ്നണ്ടി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യമേ വഴറ്റുന്നതിൻ്റെ ഒപ്പം വെളിച്ചെണ്ണ വഴറ്റുമ്പോൾ ഇടാം കേട്ടോ. മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പിള്ളേരിട്ട് അത് പറക്കി കളയും, അതുകൊണ്ട് അത് ഇടുന്നില്ല ഞാനിപ്പോൾ. പിന്നെ വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇടണേ, എനിക്കുണ്ട്, ഫ്രീസറിൽ നിന്ന് എടുക്കാനുള്ള മടി കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വൈസൻ ഗ്രീസാണ്. പേര് കേട്ട് ഞെട്ടണ്ട, നമ്മുടെ സ്വന്തം റവ. ഇത് വറക്കാത്ത റവയാണ് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ പാനിലോട്ട് ഇട്ട് നന്നായിട്ട് നമ്മുടെ സബോളയും ക്യാരറ്റും ഇതിൻ്റെ എല്ലാം കൂടെ കിടന്നുകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും, റവയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. പലപ്പോഴും ഉഡായിപ്പ് വഴി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കാണ് ടേസ്റ്റ് കൂടുതൽ. പലപ്പോഴും നമ്മളോട് രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഉണ്ടാക്കാൻ കഴിയത്തില്ല. നമ്മൾ പല റെസിപ്പിയും കുക്കിംഗ് യൂട്യൂബ് ചാനലൊക്കെ നോക്കി ഉണ്ടാക്കിയാലും നമുക്ക് അതുപോലെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നതിനും ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം പറക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇതിനകത്തോട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഓൾറെഡി ഞാനിവിടെ ഫ്ലാസ്കിൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ചൂടുവെള്ളം റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം, അല്ലെങ്കിൽ റവ വേവത്തില്ല. വേവാത്ത റവ വെച്ച് നമ്മൾ ഉപ്പുമാവ് കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിൽ വരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ വെന്ത റവ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് റവ നമ്മൾ തിരിച്ച് മറിച്ച് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് വറ്റി വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ റവ ഒരിക്കലും കട്ട പിടിച്ച് വരത്തില്ല, കുഴഞ്ഞ റവയായിരിക്കത്തില്ല, നല്ല ടേസ്റ്റുള്ള റവയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.